ഹായ്, ഞാൻ ഡോക്ടർ അന്ന, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ വെൽക്കെയർ ഫിസിയോതെറാപ്പി സെൻറ്റർ. സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാകാറുണ്ടോ? പക്ഷെ നടക്കുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം. ഇത് സാധാ നീ പെയിൻ അല്ല. ഇതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നീ ജോയിൻറ്റ് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മെയിൻലി 3 എല്ലുകളാണ് നമ്മുടെ മുട്ടിലുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫ്യൂമർ എന്ന് പറയും. അതിന് താഴെയായിട്ട് ടിബിയ ഉണ്ട്. അതിന് നടുക്കായിട്ട് പറ്റല്ല എന്ന് പറയും, നീ ക്യാപ്പ്. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് നീ ജോയിൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഒരു 3 മുതൽ 4 മടങ്ങ് പ്രഷർ ഈ നീ ജോയിൻറ്റിലേക്ക് പോകും. അപ്പോൾ നീ പെയിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് ആണ്. അതായത് മുട്ട് തേയ്മാനം. നമ്മുടെ ഞാൻ നീ ജോയിൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മളെ 2 എല്ലിൻ്റെ ഇടയിലുള്ള ആ കുഷനി കാർട്ടിലേജ് എന്ന് പറയും, അത് തേഞ്ഞ് കഴിഞ്ഞ് ആ മുട്ട് 2 എല്ലും ഒരയുമ്പോൾ നല്ല വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ആ വേദന കൂടാനുള്ള ചാൻസ് ആണ്. അങ്ങനെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ പറ്റല്ല അല്ലെങ്കിൽ നീ ക്യാപ്പ് തെറ്റായ പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അതായത് നമ്മൾ മുട്ടിടിച്ച് വീഴുമ്പോഴോ എന്തെങ്കിലും പറ്റുമ്പോൾ പറ്റല്ല ഒന്ന് തെന്നി നീങ്ങും. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നീ പെയിൻ സിവിയർ ആയിരിക്കും. നമ്മുടെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈ മസിൽസ് വീക്കായിരിക്കും. അതായത് മെയിൻലി ക്വാഡ്രിസെപ്സ് മസിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കയറുമ്പോൾ നീക്ക് ഓവർലോഡ് ആവും. അങ്ങനെ നീ പെയിൻ വരാം. നാലാമത്തെ റീസൺ ഓവർ വെയിറ്റ് ആണ്. വെയിറ്റ് കൂടുമ്പോൾ നമുക്കറിയാം നമ്മുടെ നീയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാരവും വഹിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ ഓവർ ലോഡായിരിക്കും. അങ്ങനെ നീ പെയിൻ വരാം. അഞ്ചാമത്തത് പ്രീവിയസ് ഇഞ്ചുറി. നേരത്തെ എന്തെങ്കിലും ഫ്രാക്ചറോ ലിഗമെൻറ്റിന് എന്തെങ്കിലും ടിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ നീ പെയിൻ കൂടുതലായിരിക്കും. അടുത്ത നമുക്ക് 5 കോമൺ മിസ്റ്റേക്കിനെ പറ്റി നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ മാത്രം യൂസ് ചെയ്യണത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പെയിൻ കുറയായിരിക്കും, പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് കോസ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പെയിൻ അവോയ്ഡ് ചെയ്യണത്. അതായത് വേദന ഉണ്ടെങ്കിലും അത് സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തത് എർലി സ്റ്റേജിൽ ആദ്യത്തെ തുടക്കം തന്നെ പെയിൻ ഉള്ളപ്പോൾ തന്നെ സ്കോട്ടിങ് ചെയ്യുന്ന പൊസിഷനൊക്കെ അവോയ്ഡ് ചെയ്യണം. നാലാമത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതെന്ന് പറയുന്നത് എക്സസൈസ് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യണത്. അടുത്ത നമുക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ കൺട്രോൾ തെറാപ്പിയാണ്. അതായത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീൻസ് ഒക്കെ ഉണ്ട്. IUST ഉണ്ട്, ടെൻസ് ഉണ്ട്, IFT ഉണ്ട്, അതുപോലെ തന്നെ ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, IR, അങ്ങനെ കുറേ മെത്തേഡുണ്ട്. അത് കഴിഞ്ഞിട്ട് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എക്സസൈസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആക്ടിവിറ്റി. അതായത് പറഞ്ഞു കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും. പിന്നെ കറക്റ്റ് ജോയിൻറ്റ് കറക്റ്റ് അലൈൻമെൻറ്റിന് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോസ്ചർ കറക്റ്റ് ചെയ്യാനും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പിന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിന് ബലം വയ്ക്കാനുള്ള എക്സസൈസാണ്. മുട്ടിൻ്റെ അടിയിലാണെങ്കിൽ ഒരു ടവൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് റോൾ ചെയ്ത് മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഈ മുട്ട് ഈ ഷീറ്റിലോട്ട് അല്ലെങ്കിൽ ടവലിലോട്ട് പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു 10 പ്രാവശ്യം എണ്ണിയിട്ട് വിടണം. ഈ എക്സസൈസാണ് മുട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിലത്തി ഇരിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ തുണി പൊക്കിയിട്ട് നമ്മൾ മുട്ടിന് നന്നായിട്ട് ആവി കൊടുക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മുടെ വയ്യാത്ത കാല് ആദ്യം വെക്കല്ലേ. സ്റ്റെപ്പ് കയറുമ്പോൾ നല്ല കാല് വെച്ചാണ് കയറേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് വയ്യാത്ത കാല് വെച്ച് ഇറങ്ങാം. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഈ സർജറി തന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.